ഹലോ, നമ്മുടെ ഒരു സൺഡേ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അശു, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പോകുന്നത് ഫിഷ് വാങ്ങിക്കാനാണ് കേട്ടോ. ഇവിടെ സൺഡേസ് ഒക്കെയാണ് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുക. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ദിവസവും ഒന്നും ഫിഷ് കിട്ടില്ല കേട്ടോ. അതുതന്നെ ഫിഷ് മാർക്കറ്റ് കുറച്ച് ദൂരമാണ് നമ്മുടെ വീട്ടിൽ നിന്ന്. നമ്മൾ എപ്പോഴും പോകാനും മടിക്കും. ആഴ്ചയ്ക്ക് 3 ദിവസം കിട്ടും. നമുക്ക് എപ്പോഴും പോകാനൊക്കെ നമ്മൾ മടിക്കും കേട്ടോ. നമ്മൾ ഇന്ന് വിചാരിച്ച് കുറേ ദിവസമായി നമ്മൾ മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പറഞ്ഞു നമുക്ക് അവിടെയൊക്കെ പോയിട്ട് മീനൊക്കെ വാങ്ങിക്കാം. അങ്ങനെ ഇന്ന് ഫുള്ള് ഫിഷ് മീൽസ് ഒക്കെ ആക്കാനൊക്കെ പ്ലാനായി. അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മുടെ നാട്ടിലെ പോലെ അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു ഫിഷ് മാർക്കറ്റും കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം കുറച്ചുകൂടി റോഡൊക്കെ കാലിയാണ്. നമുക്കിങ്ങനെ പോവാം. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട്. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നതാണ്. ഇവിടെ വരുന്ന ഫിഷൊക്കെ ഈ ഉടുപ്പി മണിപ്പാലിന് വരുന്ന കേട്ടോ. KA20 ഇത് ഉടുപ്പി രജിസ്ട്രേഷനാണ്. അവിടെ നിന്ന് വരുന്നതാണ്. അവിടെയാണ് ഇവിടെ അടുത്ത് ബീച്ചുള്ളത്. അപ്പം അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കണ്ടോ, ഇത്രയും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിഷ് കിട്ടും, പക്ഷെ വൃത്തി ഒട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാണ്. ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇന്ന് ഭയങ്കര തിരക്കുണ്ട്. ഈശ്വര, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റട്ടെ, അത്രയും മോശം സ്മെല്ലാണ്. പക്ഷെ പയ്യന്നൂരൊക്കെ നമുക്ക് കുറച്ച് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നല്ല അല്ല അശു. പയ്യന്നൂർ ഫിഷ് മാർക്കറ്റിന് അಷ್ಟು സ്മെല്ലിരല്ല. ಒಂದು ಕ್ಲೋಸ್ಡ್ ಇದೆ, ಅದು ಕ್ಲೋಸ್ಡ್ ಸ್ಪೇಸ್ ಮತ್ತೆ ಏರ್ ಸರ್ಕ್ಯುಲೇಷನ್ ಇಲ್ಲ. പിന്നെ ആ വെള്ളവും അങ്ങോട്ട് തന്നെയാ പോണേ. ആ വാട്ടർ ഓൾസോ അതിന്റെ ഉള്ളിൽ തന്നെയാ നിക്കുന്നേ. അപ്പൊ അതാണ് ഇത്രയും സ്മെല്ല്. അപ്പൊ എനിക്കിങ്ങനെ അയ്യോ, അവരെങ്ങനെ അതിനകത്ത് നിന്നിട്ട് കട്ട് ചെയ്യുന്നു, ഇത്രയും സമയം നിൽക്കണ്ടേ. പക്ഷെ എല്ലാം ഫിഷ് മാർക്കറ്റ് ഒരു 11 മണി 12 മണി ആകുമ്പോഴേക്ക് തീരും. പിന്നെ അവരുണ്ടാവില്ല കേട്ടോ. നമ്മുടെ നാട് പോലെ ഫുൾ ഡേ ഒന്നും ഉണ്ടാവില്ല. ഒരു 11 മണി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാരും വാങ്ങിച്ചു. ಬಟ್ ಜನ ಇರಲ್ಲ ಅಷ್ಟು. ಎಲ್ಲರೂ ಕ್ಲಿಯರ್ ಆಗುತ್ತೆ. ಒಂದು 11 ಗಂಟೆಗೆ ಮ್ಯಾಕ್ಸಿಮಮ್ ಎಲ್ಲರೂ ತಗೊಂಡು ಹೋಗ್ಬಿಡ್ತಾರೆ. പക്ഷെ ഭയങ്കര സ്മെല്ല്. എൻ്റെ ഈശ്വര, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശ്വാസം നേരെ വിടുന്ന ഞാനും. പിന്നെ അവർ ക്ലീൻ ചെയ്ത് തരും ഇവിടെ നന്നായിട്ട്. നമുക്ക് എങ്ങനെ വേണം, ഏത് തരത്തിലുള്ള പീസ് വേണം, അതൊക്കെ ക്ലീൻ ചെയ്ത് തരും അവര്. പ്രോൺസ് ആണെങ്കിലും ഈവൻ നമ്മൾ നത്തോലി ഇല്ലേ, ചെറിയ നത്തോലി, അതുവരെ അവർ നമുക്ക് ക്ലീൻ ചെയ്ത് തരും. എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ പ്രോൺസും വാങ്ങിച്ചു. പ്രോൺസ് ഞാൻ ക്ലീൻ ചെയ്യിച്ചില്ല, കാരണം അവർ അതിൻ്റെ അകത്തൊന്നും ക്ലീൻ ചെയ്ത് തരില്ല. ജസ്റ്റ് അതിൻ്റെ തോട് മാത്രമേ കളയുള്ളൂ. പിന്നെ എനിക്ക് വീണ്ടും ഡബിൾ പണിയല്ലേ, അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രോൺസ് ക്ലീൻ ചെയ്യിച്ചില്ല. പക്ഷെ മീൻ വാങ്ങിച്ചത്, മീൻ അവരെ കൊണ്ട് കട്ട് ചെയ്യിച്ചു. കാരണം അവരുടേതാണെങ്കിൽ അവരുടെ നൈഫ് ഭയങ്കര ഷാർപ്പ് ഉണ്ടാവും പക്ഷോ. സോ നീറ്റായിട്ട് പീസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ അത്രയും ഷാർപ്പ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ. അതെ അതെ. പിന്നെ പ്രോൺസ് ഞാൻ ഡബിൾ പണിയാവുന്ന വെച്ചിട്ടാ ചെയ്യാണ്ടിരുന്നേ. അത് അവർ ക്ലീൻ ആയിട്ട് ചെയ്യില്ല. പ്രോൺസ് ആണെങ്കിൽ അവർ ജസ്റ്റ് അതിന്റെ ഒരു ഷെൽ, ഒരു ഔട്ടർ പോർഷൻ ഇതല്ല, അതಷ್ಟേ ക്ലീൻ ಮಾಡ್ತಾರೆ. പിന്നെ വീണ്ടും ഞാൻ ഒന്നുകൂടെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ തന്നെ ചെയ്തു കേട്ടോ. ഇപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക്, വേറെ സാധനം ഒന്നും വാങ്ങിക്കാനില്ല. കൺമണിക്കൊരു ടോയ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ചെറിയൊരു ജീപ്പ് എന്തോ വേണമെന്ന്. ചെറിയൊരു ജീപ്പ് 100 രൂപയ്ക്ക് കിട്ടുന്നത്. അത് എവിടെയെങ്കിലും നോക്കണം. നമ്മൾ പറയുമ്പോഴൊക്കെ നമുക്കൊരു ഷോപ്പ് കിട്ടി. കണ്ണൂന് ചെറുതൊന്നും കാണുന്നില്ല. കണ്ണൂരിലും വലിയ വലിയ സാധനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ മുകളിൽ വെച്ചത്. കണ്ണു എന്നോട് ഇതുപോലത്തെ എന്തോ ഒരു സാധനമാണ് ചോദിച്ചത്. ഈ കാണുന്ന ഇത്രയും ചെറിയൊരു ഐറ്റമിൽ ഏതോ ഒന്നാ ചോദിച്ചത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ കണ്ണുണിക്ക് ഇതൊക്കെ വേണമെന്നാ പറയണേ. കണ്ണു ടോയ് കാണിക്ക്. താറ് കിട്ടിയോ? ഇത് താർ ജീപ്പാ മോൻ. ഇത് റോഷൻ മാമന്റെ വണ്ടി പോലത്തെ റെഡ് കളർ. ഹാപ്പി. ഇനി വീട്ടിൽ പോവാം, ബാ. ഇപ്പൊ സമയം 8:30 ആയതേ ഉള്ളൂ. ഷോപ്സ് ഒക്കെ മെല്ലെ മെല്ലെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഹോട്ടലൊക്കെ ഉണ്ടാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ. പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ വേഗം ഓപ്പൺ ആവും. ബാക്കിയുള്ള ഷോപ്സൊക്കെ തുറക്കാൻ ഒരു 10 മണി 10:30 ആവും. ഈ ടോയ് ഷോപ്പൊക്കെ വേഗം തുറന്നിട്ടുണ്ട്. എന്ത്
ഇവിടെ കണ്ടോ ഈ ഷെയർ ഓട്ടോ ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ ആൾക്കാരൊക്കെ ബാക്കിലൊക്കെ ഇരുന്നിട്ടാണ് പോവാം. വർക്കിന് പോകുന്നവരും കോളേജിന് പോകുന്നവരൊക്കെ ഇതുപോലത്തെ ഓട്ടോയിൽ ഇങ്ങനെ പോകും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പോകുന്നത് കുറവല്ലേ. ഷോപ്സ് ഒന്നും തുറന്നിട്ടില്ല. ഇവിടെ ഇതുപോലുള്ള വണ്ടിയിൽ വേസ്റ്റൊക്കെ എന്നും കൊണ്ടുപോകാൻ വരും കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ എന്താ പറയുക, ഡ്രൈ വേസ്റ്റും വെറ്റ് വേസ്റ്റും സെഗ്രിഗേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക, പാലിൻ്റെ കവർ കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കി കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവർക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ ഇവർ കോർപ്പറേഷൻ്റെ ആൾക്കാർ വന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് പോകും. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല ഇവിടെ. നമ്മുടെ നാട്ടിൽ ಪೈಸೆയും ಕೊಡ್ತಿತ್ತು ಅಶ್ಯೋ. ನಮ್ಮೂರಲ್ಲಿ ಹೇಗೆ ಗೊತ್ತಾ, ಮುನ್ಸಿಪಾಲ್ಟಿ ಅವರು ಪ್ಲಾಸ್ಟಿಕ್ ವೇಸ್ಟ್ ಅಷ್ಟೇ ತೆಗಿತಾರೆ. ಫಾರ್ ದ್ಯಾಟ್ ಆ ಹಾಲಿನ ಕವರ್ಸ್ ಇದೆಲ್ಲ, ವಿ ಹ್ಯಾವ್ ಟು ಕ್ಲೀನ್ ಆ್ಯಂಡ್ ಡ್ರೈ ಇಟ್ ಆ್ಯಂಡ್ ಗಿವ್. ಆ್ಯಂಡ್ ವಿ ಹ್ಯಾವ್ ಟು ಪೇ ದಮ್ ಆಲ್ಸೋ. ഇവിടെ അങ്ങനൊന്നും ഇല്ല. ഇവിടെ അതൊക്കെ ക്ലീൻ ആയിട്ട് അവർ തന്നെ കൊണ്ടുപോകും. പിന്നെ അല്ലെങ്കിൽ തന്നെ ഓരോ ഏരിയയിൽ ഡസ്റ്റ്ബിൻസ് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ അവിടെ കൊണ്ട് വെച്ചാലും മതി വേസ്റ്റ്. അവർ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് പോയിക്കോളും. അങ്ങനെ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പം ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സമയമൊക്കെ ആയിരിക്കും. ചില സമയങ്ങളിൽ അവർ 11 മണി 12 മണിക്കൊക്കെ വരും. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി പോവില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ആ ഡസ്റ്റ്ബിനിലിടും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നു. ഇവിടുത്തെ ഇഡ്ഡലി വട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ സാധാരണ ഭയങ്കര തിരക്കാണ്. ഇന്നെന്തോ തിരക്കത്ര ഇല്ല. നമ്മൾ വിചാരിച്ചു ഇഡ്ഡലി വട കഴിക്കാൻ വിചാരിച്ചു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ച ദാവൺഗിരി വടയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വട അതിവിടെ കിട്ടുന്നതാണ്. നല്ല സാമ്പാറുമാണ്. നമ്മൾ പണ്ട് ഡേറ്റ് ചെയ്യുന്ന ടൈം മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന ഒരു ഹോട്ടലാണ് ഇത്. പ്രത്യേകിച്ച് നമ്മൾ സൺഡേസ് നമ്മൾ നിർബന്ധമായിട്ട് ഇവിടെ തന്നെ വരാം. കാരണം ഞങ്ങളുടെ സ്റ്റേ ഒക്കെ ഇവിടെ അടുത്തായിരുന്നു. പിന്നെ അശ്വിൻ്റെ ആദ്യം അവർ താമസിച്ച വീട് ഇവിടെ അടുത്തായിരുന്നു. നമ്മൾ എന്നും വരുമായിരുന്നു ഇവിടെ. ഓൾമോസ്റ്റ് സൺഡേസ് എന്താ നിർബന്ധമായിട്ട് വരും. ബാക്കി ദിവസങ്ങളിൽ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. കാരണം അത്രയും ടേസ്റ്റാണ്. കൺമണിൻ്റെ ടോയ് എവിടെ? സ്കൂട്ടറിൽ വെച്ചോ? വീട്ടിൽ പോയിട്ട് കളിക്കാം അല്ലേ? പൊട്ടിക്കാൻ പാടില്ല. പൊട്ടിച്ചൂടാ. കെയർഫുൾ ആയിട്ട് പിടിക്കണം. ഇന്ന് ഫിഷ് കഴിക്കണ്ടേ? ഫിഷ് മാമ വീട്ടിൽ പോയിട്ട് ഗുഡ് ഫിഷാണ്. മമ്മ നല്ല ടേസ്റ്റിലാക്കി തരും കേട്ടോ. വേണ്ട ഇതാണ് ആ ഹോട്ടൽ. സാധാരണ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ ഇന്നിപ്പം കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ പോലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഇവിടെ കഴിച്ചിട്ടൊക്കെ ആൾക്കാർ വർക്കിന് പോകുന്ന എനിക്ക് തോന്നുന്നത്. അശ്വിന് അമ്മയ്ക്ക് പാഴ്സൽ പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ നിൽക്കാം. നമുക്ക് കൊണ്ടുവന്ന മീന്, അതായത് ഞാൻ 2 മീനെ വാങ്ങിച്ച്, നെയ്മീനും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ട്. ചെമ്മീനെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ചെമ്മീൻ നാളെ ഞാൻ ചെമ്മീൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം. നമുക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോ ചെയ്യാം. ഇന്ന് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കേക്കും രാത്രിയിലേക്കും ആയിക്കഴിഞ്ഞാൽ ചിലപ്പം തീരുമായിരിക്കും. ഇല്ലെങ്കിൽ നാളെയും ഫ്രൈ ചെയ്യാമല്ലോ. അപ്പം ഞാൻ നോക്കാം എന്തൊക്കെയാണ് തന്നെന്ന്. അവർ 2 കവറിൽ തരും കേട്ടോ. ഞാൻ എന്നിട്ട് 1 കവർ എക്സ്ട്രാ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ. പിന്നെ നെയ്മീൻ. ഇവിടെ ഇത് ചെറിയ നെയ്മീനാണ്. ചെറിയ നെയ്മീന് 1 കിലോയ്ക്ക് 600 രൂപയായിരുന്നു. വലിയ നെയ്മീൻ ഉണ്ടായിരുന്നു, അതിന് 1 കിലോയ്ക്ക് 1200 രൂപയായിരുന്നു. അപ്പം ഞാൻ ചെറുതാണ് വാങ്ങിച്ചേ. പിന്നെ പ്രോൺസിനും ഇവിടെ 1 കിലോന് 600 രൂപയുണ്ട്. 1/2 കിലോ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് നാട്ടിലെ റേറ്റ് എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ നെയ്മീനും അതുപോലെ തന്നെ ചൂര, പിന്നെ
ഈ ആവോലിയൊക്കെ വാങ്ങിക്കുമ്പം എനിക്ക് തോന്നുന്നു ഇത്രയൊന്നും റേറ്റ് ഉണ്ടാവില്ല. ഇവിടെ ആവോലിക്കൊക്കെ 1200 ഉണ്ട്. നാട്ടിലെനിക്കൊന്ന് പയ്യന്നൂർ നമ്മളന്ന് 800 അതിനൊക്കെ കിട്ടുന്ന എൻ്റെ ഒരു ഓർമ്മ. കാരണം കഴിഞ്ഞ വർഷം പോയപ്പോഴേക്കും 600 800 ആയിരുന്നു അവിടെ. അപ്പം അവിടെ നമുക്ക് പിന്നെ ബീച്ചൊക്കെ അടുത്തുണ്ടല്ലോ. ഇവിടെ കുറച്ച് റേറ്റ് എന്തായാലും കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യണം. കാരണം ഇതിനെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒത്തിരി സമയമാവും. പിന്നെ ഞാനിങ്ങ് വാങ്ങിച്ചു. നമുക്ക് ക്ലീൻ ചെയ്യാം. പണ്ടുണ്ടല്ലോ ഇവിടെ വീട്ടിൽ നോൺ വെജ് ഒന്നും ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അല്ല, നോൺ വെജ് കഴിക്കും, പക്ഷെ വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്നും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എത്രയാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങിക്കുക. പിന്നെ ബ്രൗണി ഉണ്ടല്ലോ, അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം വീട്ടിൽ തന്നെ കുക്കിംഗ്. ഞാൻ അമ്മേനെ ആക്ച്വലി ഫിഷ് ടേസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഫിഷ് ചെറുതായിട്ട് ഇഷ്ടമുണ്ട്. ചിക്കൻ ഇഷ്ടമില്ല. ചിക്കനും ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ചിക്കൻ അത്ര ഇഷ്ടമില്ല. മീൻ ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ മീൻ ഇടയ്ക്ക് വാങ്ങിക്കുമ്പം കഴിക്കും കൂടെ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് വാങ്ങിച്ചത്. ഒരു വീട്ടിലെല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനൊരു സന്തോഷമല്ലേ. അങ്ങനെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം അമ്മേൻ്റെ ഡോക്ടറൊക്കെ പറയും മീനൊക്കെ നല്ലതാണ്, മീനൊക്കെ കഴിക്കണം. പിന്നെ ഇതുവരെ കഴിക്കാനൊരു അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും ആരും ഇല്ലല്ലോ ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കുമല്ലോ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്, ഹെൽത്തിന് നല്ലതാന്ന് പറഞ്ഞിട്ട് കഴിപ്പിച്ചിട്ടുണ്ട്. ആരാ വന്നേ? ഹെൽപ്പ് ചെയ്യാൻ വന്നതാണോ? പ്രോൺസ്. അയ്യോ വേണ്ട മോനെ, അത് കൈ മുറിയും. അതിനൊരു മുള്ളുണ്ട്, കൈ മുറിയും. കണ്ണൊരു ഹായ് പറയൂ. ഞാൻ മീനൊക്കെ കഴുകി വെച്ച് ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കാരണം ആ മീൻ കഴുകിൻ്റെ ഒരു സ്മെല്ലൊക്കെ ആകുമ്പോൾ എനിക്കൊരു വല്ലാത്ത പോലെ തോന്നി. അപ്പം ഞാനിന്ന് മീനിലേക്ക് ഞാൻ സാധാരണ പൊടിയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഞാൻ അതിന് മാരിനേറ്റ് ചെയ്യാറാണ്. ഇന്നിപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മാരിനേഷന് ഇതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പം ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. കാരണം ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിനൊരു വേറെ തന്നെ ടേസ്റ്റ് അല്ലേ. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ ഞാൻ കുക്കറിലാണ് വെക്കുക. എൻ്റെ വീട്ടിൽ റൈസ് കുക്കറില്ല. നമ്മൾ ഇന്ന് ഞാൻ നാട്ടിലെ ബോയിൽഡ് റൈസ് മട്ട അരി ആട്ടോ ചോറ് വെച്ചേ. അപ്പം ഞാൻ കുക്കറിൽ ഒരു 4-5 വിസിലടിക്കും. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്നുകൂടി വെള്ളം ഊറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. എന്നിട്ട് ഞാൻ ആ വെള്ളത്തിനെ വീണ്ടും ഊറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സാമ്പാറാണ് കുറച്ചുകൂടി അശ്വിന് ഇഷ്ടം. അപ്പം നമ്മുടെ നാട്ടിലെ പച്ചക്കറിയൊക്കെ ഇട്ട സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. പ്രോൺസ് ഞാൻ ഓൾറെഡി കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബീൻസ് തോരനുണ്ട്, പിന്നെ കുറച്ച് മോര് കറി. ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ ഐറ്റംസ്. ഇന്ന് കുറച്ച് ഗംഭീരമായിട്ടുള്ള ഫുഡാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് അങ്ങനെയാണ്, ഉണ്ടാക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കും. ചില ദിവസങ്ങൾ മടിച്ച ദിവസങ്ങളിലൊന്നുമില്ല, എന്തെങ്കിലും ഒരു ചോറും തൈരും കൂട്ടി ചോറുണ്ണും. അപ്പോൾ ഇന്ന് അങ്ങനെ കുറേ പരിപാടിയാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബീൻസ് തോരനുള്ള സംഭവങ്ങളൊക്കെ മുറിക്കണം. എനിക്ക് ബീൻസ് മുറിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഞാൻ വളരെ ചെറുതായിട്ടാട്ടോ മുറിക്കുക, അത്രയും മുറിച്ചെടുക്കണം. പിന്നെ സാമ്പാറിൻ്റെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കഷ്ണങ്ങളൊക്കെ മുറിക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ്. എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും ഒരു 2 മണിയാവും. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട്. അതുവരെ നമുക്കൊരു 1 മണിക്കൂർ ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഞാൻ മാറ്റി വെക്കാൻ പോവാണേ. ഞാൻ ഇതുപോലെ ചെറുതായിട്ടാട്ടോ മുറിക്കുക. വീട്ടിൽ അമ്മ ഇതുപോലെയാണ് ചെറുതായിട്ട് മുറിച്ചിട്ട് ബീൻസ് തോരൻ വയ്ക്കാം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഇവിടെ വലിയ വലിയ കഷ്ണമൊക്കെ ആക്കിയിട്ടാണ് ഇവർ മുറിക്കുക. പക്ഷെ എനിക്ക് ബീൻസ് അത്ര ഇഷ്ടമല്ല. എനിക്ക് പയർ ഭയങ്കര ഇഷ്ടമാണ്. ബീൻസിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അശ്വിന് ഭയങ്കര ഇഷ്ടമാണ് ബീൻസ്. അതുകൊണ്ട് അശ്വിനാണ് എപ്പോഴും ഈ ബീൻസ് വാങ്ങിച്ചുകൊണ്ട് വരിക. ബീൻസ് വേണ്ട പറഞ്ഞാലും വാങ്ങിച്ചുകൊണ്ട് വരും. ഇതിങ്ങനെ മുറിച്ചെടുക്കൽ ഭയങ്കര ഒരു പണിയാണ്. സമയം 1:30 അപ്പോഴേക്കും ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ബീൻസ് തോരൻ റെഡിയായി. പിന്നെ എൻ്റെ മോര് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ
സാമ്പാർ റെഡി ആയിട്ടുണ്ട്, പിന്നെ ചോറ്. അങ്ങനെ എൻ്റെ ഉച്ചക്കത്തിലെ ലഞ്ചൊക്കെ റെഡിയായി. ഇത്രയും സമയമെടുത്തു, എന്നാലും കുഴപ്പമില്ല. ഇത്രയും എഫേർട്ട് എടുത്താൽ എനിക്കൊരു വിഷമമില്ല കേട്ടോ. കാരണം നല്ലൊരു ഫുഡ് കഴിക്കാമല്ലോ, നമ്മുടെ നാട്ടിൻ്റെ ടേസ്റ്റൊക്കെ കഴിക്കാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഇവിടെ എല്ലാവരും പറയും ഇത്രയൊന്നും ഐറ്റംസ് മെനക്കെട്ട് ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇത് ഞാൻ എൻ്റെ മാത്രം ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസാണ് കേട്ടോ. ഇപ്പം ഇതിൽ മോരുകറി അശ്വിന് പറ്റില്ല, അവൻ തൈര് അങ്ങനെ കഴിക്കില്ല, അവന് സാമ്പാറാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് മോരുകറി ഉണ്ടെങ്കിൽ മീനിൻ്റെ കൂടെ കുറച്ചുകൂടെ മോരുകറിയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഓരോന്ന്, പിന്നെ കൺമണിക്ക് മോരുകറി ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. 1.5 മണിക്കൂർ എടുത്തു ഞാൻ എല്ലാം കട്ട് ചെയ്ത്. എൻ്റെ 3 ഫ്ലെയിമും വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഓരോ സമയമെടുത്ത് സംഭവങ്ങളൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യണം, കഴിക്കണം. ആ മീനിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഉണ്ടല്ലോ, എത്ര ദിവസമായി എന്നറിയും. ഞാനിവിടെ മീൻ വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ, കുറേ നാളായി എനിക്ക് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഫിഷ് ഉണ്ടാക്കിയിട്ട് ഒരു 3-4 മാസമായി ഇവിടെ വാങ്ങിക്കാറേ ഇല്ല. ഇടയ്ക്ക് ചിക്കൻ വാങ്ങിക്കും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1 മാസം ശ്രാവണ ആ ഒരു വ്രതമായി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദസറയായി, പിന്നെ ദീപാവലി, അങ്ങനെ എനിക്ക് ബാക്ക് ടു ബാക്ക് പൂജകളായതുകൊണ്ട് തന്നെ ഞാൻ മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇടയ്ക്ക് സമയം ഉണ്ടാകുമ്പം ചിക്കൻ വാങ്ങിക്കുമായിരുന്നു, അങ്ങനത്തെ പൂജകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയങ്ങളിലും. പക്ഷേ മീനാണ് എപ്പോഴും ഫേവറേറ്റ് എനിക്ക്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കണ്ടു, ഫിഷ് റെഡിയായി. കണ്ണിന് സന്തോഷമായോ? കണ്ണിന് ഇഷ്ടമാണോ ഫിഷ്? ഫിഷ് ഇഷ്ടമാണോ? എല്ലാവർക്കും കൊടുക്കണം അല്ലേ? നമ്മളെ എല്ലാവർക്കും കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കാം കേട്ടോ. ഇല്ല മോനെ, ആക്കില്ലേ. അതെപ്പോ അത് സോറി കുറച്ച് മോൻ അവളുടെ ദേഹത്തേക്ക് എണ്ണ തെറിച്ചതാ, അതിൻ്റെ അവള്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ലഞ്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കമൻറ്റ് പറയണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ചിക്കനാണോ മീനാണോ എന്താ ഇഷ്ടം എന്നൊക്കെ ഇവിടെ കമൻറ്റ് പറയണം കേട്ടോ. അപ്പം എൻ്റെ പ്ലേറ്റ് മൊത്തം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു ചട്ടി പ്ലേറ്റിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഫോട്ടോ എടുക്കാൻ, ഒന്നാമത് ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ചട്ടിച്ചോറ് പോലത്തെ ഒരു സംഭവമായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷനും ഒരു സൺഡേ എൻ്റെ ഒരു ഉച്ച വരെയുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചതും. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലഞ്ചിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻ്റ് ആയിട്ട് പറയണം. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, അതുപോലെ ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നിങ്ങളെൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. പിന്നെ ഇനി പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കുറച്ച് എക്സൈറ്റിംഗ് ആയിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ ചോദിച്ചൊരു വീഡിയോ ആണ് കേട്ടോ അടുത്തത്. നമുക്ക് അശ്വിനെ കൊണ്ട് മലയാളമൊക്കെ പറയിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ.